ബംഗാളികൾ നാട്ടിൽ തിരിച്ചെത്തി. അതെ, ഗുഡ് ഈവനിങ് അക്ഷിത, അമൃത. ഇവിടുന്ന് പോയ അതേ ആളുകളൊക്കെ തന്നെ കൂട്ടത്തോടെ തിരിച്ചെത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നും. കാരണം അത്രത്തോളം അതിഥി തൊഴിലാളികളാണ് ഒറ്റയടിക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇത് ആലുവയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്കുള്ള ദൃശ്യങ്ങളാണ്. അന്ത്യോദയ എക്സ്പ്രസിൽ വന്നിറങ്ങിയ ആളുകളാണ്. ആ ട്രെയിനിൽ അതിൽ ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ അത്ര തിരക്കായിരുന്നു. അതിനുള്ളിൽ പോലും ആളുകൾ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമുള്ളത്. അപ്പോൾ കൂട്ടത്തോടെ ഇപ്പോൾ ഇവർ മടങ്ങിയെത്താനുള്ള ഒരു കാരണം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പും പെരുന്നാളൊക്കെ ആയിട്ടാണ് ഇവരുടെ നാടുകളിലേക്ക് അവിടേക്ക് പോയത്. അതോടുകൂടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിസന്ധിയിലായി. വാണിജ്യ മേഖലയും ഹോട്ടലുകളും ഒപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖലയും ഒക്കെ ഒരു സ്തംഭിച്ച അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഇത്തരം മാധ്യമങ്ങളിലൊക്കെ ഇതിന്റെ റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പുകളിലൊക്കെ തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലിയ പ്രതിസന്ധിയാണെന്നും ഇവർക്ക് തിരിച്ചു വന്നാൽ ഇനി ജോലി ഉണ്ടാവുകയില്ല എന്നൊക്കെയുള്ള രീതിക്ക് പല മെസ്സേജുകളും ഇവരുടെ ഗ്രൂപ്പുകളിലേക്ക് പോകുകയും ഇതോടുകൂടി അവർ പാനിക്കായി ഒരുമിച്ച് കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് തിരിച്ച് കേരളത്തിലേക്ക് തന്നെ ജോലിക്കായി എത്തിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഇവരുടെയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഒരു ഗതാഗത കുരുക്ക് തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടായിരുന്നു. അങ്കമാലി, മൂന്നാർ, ഒപ്പം തന്നെ കോതമംഗലം